നമ്മൾ എന്തിനാണ് ഹെയർ സ്പാ ചെയ്യുന്നത്? ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് ഒക്കെ എന്താണ്? എത്ര ഇടവേളകളിൽ അത് ചെയ്യാം? ഇത് എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ആദ്യമായിട്ട് ഈ സ്പാ എന്താണെന്ന് നോക്കാം. മുടിയുടെ ആരോഗ്യത്തിനും മനസ്സിന്റെ ഒരു സന്തോഷത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഈ ഹെയർ സ്പായില് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഡീപ്പ് ക്ലെൻസിങ് ഉണ്ട്, മസാജിങ് ഉണ്ട്, സ്റ്റീം തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷനിങ്ങും ഉണ്ട്. അപ്പൊ ഇതെന്തിനൊക്കെയാണ് നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇത് പ്രയോജനപ്പെടുന്നു നോക്കാം. കൂടുതലായിട്ട് ഡാൻഡ്രഫ് അധികരിച്ച ആൾക്കാർക്ക് നമുക്ക് ഹെയർ സ്പായിൽ കൂടെ നല്ലൊരു രീതിയിൽ കൺട്രോൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കാനായിട്ടും മുടിയുടെ ഹെയർ ഗ്രോത്ത് അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരാനായിട്ടും ഹെയർ നഷ്ടപ്പെട്ടു പോകുന്ന ഹെയർ പെട്ടെന്ന് വീണ്ടെടുത്ത് നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റോടെ നിലനിർത്താനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള മുടി കിളിർത്ത് വരാനും ഉള്ള മുടിക്ക് കുറച്ച് കരുത്ത് ലഭിക്കാനും ഒക്കെ ഈ ഹെയർ സ്പാ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള മുടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഗുണം. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഈ സ്പാ എടുക്കുന്നത് വഴി നമ്മളുടെ ഹെയർ ലോസ് നമുക്ക് നല്ലോണം പരിഹരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായിട്ട് സ്ട്രെസ് റിലാക്സേഷന് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് സ്പാ എന്ന് പറയുന്നത്. അരോമ തെറാപ്പി ആയതുകൊണ്ട് തന്നെ നല്ല റിലാക്സേഷൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ധൈര്യത്തോടെ സമീപിക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഡൾ ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ നല്ല പരുവത്തിൽ കൊണ്ടുവരാനായിട്ടും നല്ല സ്മൂത്തി സിൽക്കി എഫക്റ്റിൽ കൊണ്ടുവരാനായിട്ടും ഒക്കെ ഹെയർ സ്പാ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഈ പരുവരുത്ത മുടിക്കൊക്കെ അത് വളരെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ പല തരത്തിലുള്ള ഹെയർ സ്പാ ഉണ്ട് മാർക്കറ്റിൽ അല്ലെ. നമ്മുടെ സലൂണിലാണെങ്കിൽ പോലും ഒരു 8-10 തരം ഹെയർ സ്പാ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പല തരത്തിലാണ്. അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ് ഞാൻ ഏത് സ്പാ ചെയ്യേണ്ടത്. പക്ഷെ പല തരത്തിലുള്ള സ്പാകളാണ് നമ്മുടെ സലൂണിലൊക്കെ ഉള്ളത്. വൈറ്റമിൻ സി ഡീറ്റോക്സിഫൈങ് സ്പാ, അതുപോലെ സ്മൂത്തനിങ് സ്പാ, അതുപോലെ പലതരത്തിലുള്ള ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർസിനുള്ളത്, അതുപോലെ ഡാൻഡ്രഫിനുള്ളത് സെപ്പറേറ്റ് ഉണ്ട്, അരോമ തെറാപ്പി, അങ്ങനെ പലതരത്തിലുള്ള മാസ്കുകളും ഹെയർ സ്പാകളും സലൂണിലുണ്ട്. അത് ഓരോന്നും നമ്മൾ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും സ്പായുടെ ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഹൗ ടു ഡു ഇത് എങ്ങനെ ചെയ്യും നോക്കാം. ഈ സ്പാ നമ്മൾ ചെയ്യുന്ന ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ പല സ്റ്റേജിൽ കൂടെയാണ് ഈ തെറാപ്പി കടന്നു പോകുന്നത്. ആദ്യം തന്നെ ക്ലെൻസിങ് ആണ്. നമ്മളൊരു ഡീപ്പ് ക്ലെൻസിങ് കൊടുക്കും ആദ്യം തന്നെ. അതിനുശേഷം 2-3 തവണ നന്നായിട്ട് ഡീപ്പ് ക്ലെൻസിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ഇതിന് നല്ല രീതിയിൽ മസാജിങ് കൊടുക്കും. മസാജിങ് കൊടുക്കുമ്പോൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് റൂട്ടിൽ നല്ല രീതിയിൽ മസാജിങ് കൊടുക്കും. അതിനുശേഷം ഒരു സ്റ്റീം തെറാപ്പിയാണ്. ഒരു 3 തൊട്ട് 7 മിനിറ്റ് വരെ നമ്മൾ ഈ സ്റ്റീം കൊടുക്കും. സ്റ്റീം കൊടുത്തിട്ടും നമ്മൾ മുടി നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വെക്കും. അതിനുശേഷം മുടി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത്. ആ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മളൊരു ഷാമ്പുവും മറ്റു കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ക്ലെൻസിങ് കൊടുത്തത് കൊണ്ട് പിന്നെ നമ്മൾ വെറുതെ വാഷ് ചെയ്തിട്ട് മാസ്ക് ഇട്ട് വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് വിടുകയേ ഉള്ളൂ. അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ ഹെയർ സ്പാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഈ ഹെയർ സ്പായ്ക്ക് സാധിക്കും. കൂടുതൽ ആളുകൾ ഹെയർ സ്പാ ചെയ്യാൻ വരുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് മുടി ഒന്ന് സെറ്റായി കിടക്കാനും ഭംഗിയായിട്ട് നിൽക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് വരുന്നത്. പക്ഷെ ഈ ഹെയർ സ്പാ നിങ്ങളൊരു ദിനചര്യ പോലെ നമ്മൾ മാസത്തിൽ ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നത് പോലെ നമ്മൾ മാസത്തിൽ 1-2 തവണ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറഞ്ഞാൽ. പലർക്കും ഇതിന്റെ ഇന്റർവെൽ അറിയത്തില്ല. നമുക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിനോ സ്കാൽപ്പിനോ ഒരു പ്രോബ്ലംസും വരത്തില്ല. സെബോളിക് ഡെർമറ്റൈറ്റിസ്, ഡാൻഡ്രഫ്, ഏതെങ്കിലും തരത്തിലുള്ള സ്കാൽപ്പ് ഇൻഫെക്ഷൻസ്, അതുപോലെ നെറ്റിയിലൊക്കെ പിരിവിരാന്നുള്ള കുരുക്കൾ വരുന്ന അവസ്ഥ, ഐ പ്രഷർ, ഇതെല്ലാം കുറയും. നല്ലൊരു റിലാക്സേഷൻ ട്രീറ്റ്മെന്റ് ആണ് ഈ നമ്മളുടെ ഈ ഹെയർ സ്പാ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല
മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.